അസ്സലാമു ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സമസ്തയുടെ 6ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ ദുറൂസുൽ എഹ്സാനിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ കീയാണ്. ഒന്നാമതായി യോജിച്ച ചേർക്കാം. ഇവിടെ നിങ്ങൾ ബ്രാക്കറ്റിൽ നിന്ന് എടുത്തെഴുതണം. ഒന്നാമത്തെ ചോദ്യം വറഹ്മത്ത് വസിഅത. ഇതിൻ്റെ ഉത്തരം കുല്ലി ഷൈഇൻ. 2 വല്ലദീന ആമനു അശദ്ദു. ഇതിൻ്റെ ഉത്തരം ഹുബ്ബൻ ലില്ലാഹ്. മൂന്നാമതായി മൻ അഹബ്ബ ലിഖാ ഇല്ലാഹി അഹബ്ബല്ലാഹു. ഇതിൻ്റെ ഉത്തരം ലിഖാഅഹ്. നാലാമതായി അസ്കലു സലാത്തി അലൽ മുനാഫിഖീന സലാത്തുൽ ഇശാഇ വസ്സലാത്തുൽ ഫജ്രി. അഞ്ചാമതായി അള്ളാഹുവിന് മാത്രം ആരാധ്യനായി വിശ്വസിക്കലാണ് തൗഹീദ്. 6 അങ്ങേയറ്റം താഴ്മയും വിനയവും ബഹുമാനവും കാണിക്കുന്നതിനാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. 2 പൂരിപ്പിക്കാം. ഒന്നാമത്തെ ചോദ്യം ലോകത്ത് ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യപ്പെടുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. 2 ദീനിൻ്റെ കാമ്പും കാതലുമായ ഭാഗമാണ് ഇതിൻ്റെ ഉത്തരം ഇഹ്സാൻ. 3 മാതാപിതാക്കൾക്ക് ഇഹ്സാൻ ചെയ്യാൻ അള്ളാഹു ഇതിൻ്റെ ഉത്തരം അള്ളാഹു നിർദ്ദേശിച്ചിട്ടുണ്ട്. 4 അള്ളാഹുവിന് 99 ഇതിൻ്റെ ഉത്തരം പേരുകളുണ്ട്. 5 ഖുർആൻ ഓതുന്നവർക്ക് ശുപാർശകനായി അത് ഖിയാമത്ത് നാളിൽ വരും. 3 ഉത്തരം എഴുതാം. ഒന്നാമത്തെ ചോദ്യം ഖുർആൻ അല്പമെങ്കിലും മനഃപ്പാഠമില്ലാത്തവൻ്റെ ഉപമ എന്താണ്? ഖുർആൻ അല്പം പോലും മനഃപ്പാഠമില്ലാത്തവൻ ഉപയോഗശൂന്യമായ വീട് പോലെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. 2 ചോദ്യം അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അബൂ ദർദാ, താങ്കൾ ഖുർആൻ പാരായണ കാര്യത്തിൽ ജാഗ്രത പുലർത്തുക. കാരണം ഭൂമിയിൽ നിങ്ങൾക്കത് പ്രകാശവും ആകാശത്തിൽ ഒരു നിക്ഷേപവുമാണ്. 3 ചോദ്യം എന്തിനാണ് അള്ളാഹു കൈനീട്ടി കാത്തിരിക്കുന്നത്? നമ്മുടെ തൗബ പ്രതീക്ഷിച്ചാണ് അള്ളാഹു കൈനീട്ടി കാത്തിരിക്കുന്നത്. 4 സ്വർഗവാസികൾക്ക് അള്ളാഹു നൽകുന്ന അതിവിശിഷ്ടമായ സൗഭാഗ്യമാണ് അത് ഏത്? ഇതിൻ്റെ ഉത്തരം അള്ളാഹുവിൻ്റെ തിരുദർശനം. 5 ചോദ്യം നീ മോഹ്സിനാവുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ആരോടാണ്? ഇതിൻ്റെ ഉത്തരം ഒരിക്കൽ ഒരാൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മയോട് സ്വർഗം ലഭിക്കാനുള്ള അമല് പറഞ്ഞു തരാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ നീ മോഹ്സിനാവുക എന്നാണ് അവിടുന്ന് പറഞ്ഞത്. 4 വ്യക്തമാക്കാം. 1 ചോദ്യം അള്ളാഹു മാപ്പാക്കാത്ത 2 മഹാപാപങ്ങൾ. ഇതിൻ്റെ ഉത്തരം ശിർക്കും കുഫറുമാണ്. 2 പരലോകത്ത് പ്രകാശ കിരീടവും ധരിക്കപ്പെടും ആർക്ക്? ഖുർആൻ പഠിച്ച് അതനുസരിച്ച് ജീവിക്കുന്നവരുടെ മാതാപിതാക്കൾക്ക് പരലോകത്ത് പ്രകാശ കിരീടം ധരിക്കപ്പെടും. 5 സാരമെഴുതാം. ഇവിടെ നിങ്ങൾ ഈ ഹദീസിൻ്റെ അർത്ഥം എഴുതണം. 1 ചോദ്യം ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. ഇതിൻ്റെ അർത്ഥം ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുന്നവരുമാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമന്മാർ. 6 ക്രമത്തിലാക്കാം. ഇവിടെ നിങ്ങൾ ഈ വാക്യങ്ങൾ ക്രമത്തിലാക്കി എഴുതണം. 1 ചോദ്യം മീത ഇല്ലാ വാഹിദൻ മൻ അഹ്സഹ ദഖലൽ ജന്നത ഇന്നാ ലില്ലാഹി തിസ്ഈന ഇസ്മൻ. ഇതിൻ്റെ ഉത്തരം ഇന്നാ ലില്ലാഹി തിസ്ഈന ഇസ്മ മീത ഇല്ലാ വാഹിദൻ മൻ അഹ്സഹ ദഖലൽ ജന്ന. ഇനിയും ഇതുപോലത്തെ ക്വസ്റ്റ്യൻ പേപ്പറിന് വേണ്ടി എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ. അസ്സലാമു അലൈക്കും.